തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് ഇനി കേരളത്തിൽ ഉടൻ നടക്കാൻ പോകുന്നതെങ്കിലും അണിയറയിൽ അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടുത്തെ പ്രബലമായ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തന്നെ അധികാരത്തിലെത്തിക്കുവാനുള്ള തന്ത്രങ്ങളാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും CPM-ഉം CPI അടക്കമുള്ള LDF മുന്നണിയിലെ എല്ലാ പാർട്ടികളും ഇപ്പോൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഏത് വിധേയനെയും അടുത്ത തവണ കേരളത്തിൽ പരമാവധി സീറ്റുകൾ നേടുകയും അതുവഴി കേരള ഭരണം ഐക്യജനാധിപത്യ മുന്നണിയുടേത് ആക്കുവാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് പാർട്ടിയും ലീഗും അടക്കമുള്ള പ്രധാന UDF കക്ഷികളും ഇപ്പോൾ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത തവണയെങ്കിലും UDF കേരളത്തിൽ അധികാരത്തിൽ വന്നില്ല എങ്കിൽ പിന്നെ തങ്ങളുടെ കാര്യം അത് കട്ടപ്പുകയാണെന്നാണ് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ വിലയിരുത്തൽ. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ അത്ര ഒരു ഭയം അവർക്കില്ല. ഇനി പ്രതികൂല സാഹചര്യത്തിൽ നിലവിലുള്ള മുന്നണി ബന്ധം വിട്ട് LDF മുന്നണിയിലേക്ക് ചേക്കേറുന്നതിൽ അവർക്കൊരു മടിയുമില്ല. നേരത്തെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ. പിന്നെ മുസ്ലിം ലീഗിന് UDF മുന്നണിയിൽ കിട്ടുന്നത്ര ഒരു അമിത അധികാരം LDF-ൽ കിട്ടില്ല എന്ന് മാത്രം. എന്നാൽ കോൺഗ്രസിന്റെ സ്ഥിതി അതല്ല. കോൺഗ്രസിന് ഒരിക്കലും LDF മുന്നണിയിൽ ചേരുവാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പോടുകൂടി ഇവിടെ അധികാരത്തിലെത്തിയേ തീരൂ. അത് സാധ്യമാകണമെങ്കിൽ ഇവിടെ പരമാവധി സീറ്റുകൾ കോൺഗ്രസിന് നേടിയേ തീരൂ. നിലവിലെ സാഹചര്യം അനുസരിച്ച് പോയാൽ മുസ്ലിം ലീഗിനുള്ള സീറ്റിനേക്കാൾ താഴെ പോകും ഇപ്പോൾ കോൺഗ്രസിന്റെ സീറ്റുകളുടെ എണ്ണം. അതുകൊണ്ട് അങ്ങനെ കൂടി സംഭവിക്കാതിരിക്കുവാനുള്ള ഒരു കഠിന ശ്രമത്തിലുമാണ് കോൺഗ്രസ് പാർട്ടി. പുറമേ മുഖ്യമന്ത്രി കസേരയിൽ ആര് വരണമെന്ന തരത്തിലുള്ള ഒരു ചർച്ചകളും വിവാദങ്ങളുമൊക്കെ അതിനുവേണ്ടിയിട്ടുള്ള കോപ്പുകൂട്ടലുമൊക്കെ കോൺഗ്രസിൽ നടക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം സാധ്യമാകണമെങ്കിൽ കോൺഗ്രസിന് ലഭിക്കുന്ന സീറ്റുകളുടെ ആ എണ്ണം അത് വർദ്ധിപ്പിച്ചേ മതിയാകൂ. ആ ഒരു തിരിച്ചറിവിൽ തന്നെയാണ് കോൺഗ്രസിന്റെ ഓരോ നേതാക്കളും ഇപ്പോൾ നീങ്ങുന്നത്. അത് സാധ്യമാകണമെങ്കിൽ ഒന്ന്, കോൺഗ്രസിന്റെ കൈവശം ഇപ്പോൾ നിലവിലുള്ള സീറ്റുകൾ അത് നിലനിർത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുക. രണ്ടാമത്, കഴിഞ്ഞ തവണ കോൺഗ്രസ് ചെറിയ വോട്ടിന് 2ാം സ്ഥാനത്തേക്ക് മാറേണ്ടി വന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ തവണ വിജയിച്ച് കയറുക എന്നതാണ്. ഇതൊക്കെ സാധ്യമാകണമെങ്കിൽ നല്ല സ്ഥാനാർത്ഥിമാരെ ആയിരിക്കണം ഓരോ മണ്ഡലത്തിലും അണിനിരത്തേണ്ടതെന്ന ആ ഒരു ഉത്തമ ബോധ്യവും കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ LDF സ്ഥാനാർത്ഥിയേക്കാൾ വളരെ കുറഞ്ഞ മാർജിനിൽ വിജയിച്ച് അങ്ങനെ കയറിയ മണ്ഡലങ്ങളുമുണ്ട്. അവിടെ ഈ തവണ തിരിച്ചടി നേരിടാതെ വീണ്ടും വിജയിച്ച് കയറേണ്ട ഒരു വലിയൊരു ബാധ്യതയും കോൺഗ്രസ് പാർട്ടിയുടെ മുന്നിൽ നിൽക്കുകയാണ്. അത്തരത്തിൽ ചെറിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയ കോൺഗ്രസിന്റെ ഒരു സീറ്റാണ് തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലം. ഏറ്റവും അവസാനം നടന്ന മണ്ഡല വിഭജന സമയത്ത് CPM-ന് വിജയിച്ചു കയറുവാൻ സാധ്യമാകുന്ന തരത്തിൽ രൂപപ്പെടുത്തിയ ഒരു മണ്ഡലമാണ് ഈ തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലം. അതിന്റെ ഭാഗമായി 2016 തിരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്നും വിജയിച്ചത് CPM-ലെ യുവ നേതാക്കളിൽ വളരെ തലയെടുപ്പുള്ള നേതാവായ അഡ്വക്കേറ്റ് M സ്വരാജ് ആയിരുന്നു. അതിനു മുൻപ് തൃപ്പൂണിത്തുറയിൽ നിന്നും തുടർച്ചയായി വിജയിച്ചു വന്നത് കോൺഗ്രസിലെ മുൻ മന്ത്രിയുമായിരുന്ന K ബാബു ആയിരുന്നു. 1967 മുതൽ 1987 വരെ CPM-ഉം കോൺഗ്രസും ഈ മണ്ഡലത്തിൽ അങ്ങനെ മാറി മാറിയാണ് വിജയിച്ചു വന്നതെങ്കിലും പിന്നീട് അങ്ങോട്ട് തൃപ്പൂണിത്തുറയിൽ 25 വർഷക്കാലം അങ്ങനെ തുടർച്ചയായി MLA ആയി ഇരുന്നു കൊണ്ട് കോൺഗ്രസിന്റെ ആ K ബാബു അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇതൊരു കുത്തക സീറ്റാക്കി അദ്ദേഹം മാറ്റുകയുമായിരുന്നു. ആ കുത്തക പൊളിച്ചു മാറ്റുവാനാണ് CPM തൃപ്പൂണിത്തുറയിൽ ഉണ്ടായിരുന്ന ചില ഭാഗങ്ങളെ അങ്ങനെ അടർത്തി മാറ്റി അത് തൃക്കാക്കരയിലേക്കും പള്ളൂരുത്തി മണ്ഡലം തന്നെ ഇല്ലാതാക്കി പള്ളൂരുത്തിയെ തൃപ്പൂണിത്തുറയിലേക്ക് അങ്ങനെ ലയിപ്പിച്ചതും. എങ്ങനെയെങ്കിലും CPM-ന് വിജയിച്ച് കയറുവാനുള്ള ഒരു സീറ്റായി തൃപ്പൂണിത്തുറയെ പാകപ്പെടുത്തലായിരുന്നു അതാണ്. ശേഷം നടന്ന 2016 ആ തിരഞ്ഞെടുപ്പിലാണ് UDF സ്ഥാനാർത്ഥിയായിരുന്ന K ബാബു അവിടെ പരാജയപ്പെടുന്നതും സ്വരാജ് വിജയിച്ച് MLA ആകുന്നതും. K ബാബുവിനെതിരെ അന്ന് ബാർക്കോഴ കേസ് ആഞ്ഞടിക്കുന്ന ഒരു ഘട്ടം കൂടിയായിരുന്നു അത്. എന്നിട്ട് പോലും സ്വരാജിന് വെറും 4471 വോട്ടിന് മാത്രമേ അവിടെ നിന്നും വിജയിക്കുവാനായുള്ളൂ എന്നത് അതൊരു മറ്റൊരു കാര്യമാണ്. അന്ന് തൃപ്പൂണിത്തുറയിൽ നിന്നും NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച BJP-യുടെ പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ 29,843 വോട്ട് നേടി ഇവിടെ 3ാം സ്ഥാനത്തെത്തുകയും അവരുടെ കരുത്ത് അവിടെ കാട്ടുകയും ചെയ്തു. എന്നാൽ 2021 ആയപ്പോഴേക്കും സ്ഥിതിഗതികൾ അങ്ങനെ ആകെ മാറി മറിഞ്ഞു. ആ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി M സ്വരാജ് തന്നെയും UDF സ്ഥാനാർത്ഥിയായി ശ്രീ K ബാബുവും മത്സരിക്കുകയും
കെ ബാബു തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നിന്നും അന്ന് വിജയിക്കുകയും ചെയ്തു. എന്നാൽ പോലും കെ ബാബുവിനെ ആശ്വസിക്കുവാനുള്ള ഒരു വോട്ട് നേടിയല്ല അവിടെ നിന്നും ആ തവണ വിജയിച്ചത്. 992 വോട്ടിന്റെ ചെറിയ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് കെ ബാബു വിജയിച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ശബരിമല സ്ത്രീ പ്രവേശന വിഷയം അങ്ങനെ കത്തി നിൽക്കുന്നൊരു സമയമായിരുന്നു. സ്ത്രീ പ്രവേശനത്തെ ന്യായീകരിച്ചും ശബരിമല ശ്രീ അയ്യപ്പനെ അങ്ങനെ മോശമാക്കി ചിത്രീകരിച്ചും അന്ന് എം സ്വരാജ് നടത്തിയ ചില പരാമർശങ്ങളാണ് ഒരു ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലം കൂടിയായ ഈ തൃപ്പൂണിത്തുറയിൽ LDFന് തിരിച്ചടി നേരിട്ടത്. എന്നാൽ 2016 BJP തുറവൂർ വിശ്വംഭരനിലൂടെ നേടിയ വോട്ടിനേക്കാൾ വളരെ ഗണ്യമായിട്ടുള്ള വോട്ടിന്റെ കുറവാണ് 2021 അവർക്ക് അവിടെ സംഭവിച്ചത്. അന്ന് BJP സ്ഥാനാർത്ഥിയായി ഡോക്ടർ KS രാധാകൃഷ്ണനാണ് തൃപ്പൂണിത്തുറയിൽ മത്സരിച്ചത്. 1000 താഴെ മാത്രം വോട്ടിന് പരാജയപ്പെട്ട എം സ്വരാജ് അന്ന് മുതൽ കെ ബാബു MLAക്കെതിരെ തുടങ്ങിയ ആ നിയമ പോരാട്ടം ഇന്നും തുടരുകയാണ്. നിയമസഭയുടെ കാലാവധി കഴിയാൻ ഇനി കേവലം 1 വർഷമേ ഉള്ളുവെങ്കിൽ പോലും കഴിഞ്ഞ ദിവസവും ഹൈക്കോടതിയിൽ ഇതേ സംബന്ധിച്ച കേസിന്റെ വാദം നടന്നിരുന്നു. തിരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ട് ലക്ഷ്യമാക്കി കെ ബാബു മണ്ഡലത്തിൽ നൽകിയ വോട്ടേഴ്സ് ലിസ്റ്റിൽ ശബരിമല അയ്യപ്പന്റെ ചിത്രം കൂടി നൽകിയെന്നായിരുന്നു സ്വരാജിന്റെ പരാതി. അത് യഥാർത്ഥത്തിൽ ഒരു സത്യവുമാണ്. ഹിന്ദു വോട്ട് ഏകീകരിക്കുവാനായി മണ്ഡലത്തിൽ UDF വ്യാപകമായി അയ്യപ്പന്റെ ചിത്രം പതിച്ചുള്ള നോട്ടീസുകൾ അന്ന് വിതരണം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് BJPയുടെ വോട്ട് അവിടെ ഗണ്യമായി കുറഞ്ഞുപോയതും. ജനപ്രാതിനിധ്യ നിയമലംഘനം നടത്തിയതായി കാണിച്ചുകൊണ്ട് കെ ബാബുവിനെതിരെ സ്വരാജ് നൽകിയിട്ടുള്ള കേസിന് അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നേയെങ്കിലും ഒരു തീർപ്പാകുമോ എന്നാണ് LDFും UDFും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അതുകൊണ്ടൊക്കെയാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിൽ കോൺഗ്രസിനും UDFിനും ഒരു തിരിച്ചടി കിട്ടുമോ എന്നൊരു സന്ദേഹം അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. 99% അഡ്വക്കേറ്റ് എം സ്വരാജ് തന്നെ ഇവിടെ വീണ്ടും സ്ഥാനാർത്ഥിയായി LDFിന്റെ സ്ഥാനാർത്ഥിയായി വരുവാനാണ് സാധ്യത. ഉദയംപേരൂർ പഞ്ചായത്തും കുമ്പളം പഞ്ചായത്തും തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയും മരട് മുനിസിപ്പാലിറ്റിയും പള്ളൂരുത്തിയിലുള്ള 8 കോർപ്പറേഷൻ ഡിവിഷനുകളുമാണ് തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിലുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ വോട്ടും ബൂത്തുകളും ഉള്ളത് പള്ളൂരുത്തിയിലെ 8 ഡിവിഷനുകളിലാണ്. അതിൽ 5 ഡിവിഷനിലും LDF കൗൺസിലർമാരാണ് ഉള്ളത്. പള്ളൂരുത്തി പൊതുവെ ഒരു ഇടതുപക്ഷ അനുഭാവമുള്ള ഒരു പ്രദേശമായിട്ടാണ് പണ്ടേ അറിയപ്പെടുന്നത്. മറ്റു പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും LDFന് തന്നെയാണ് മുൻതൂക്കം. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി മാത്രമാണ് BJPക്ക് അല്പം സ്വാധീനമുള്ളത്. അവിടെ BJP ആണ് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയും. കോൺഗ്രസും ഒരു നിർണായക ശക്തിയാണെങ്കിലും അടുത്ത തവണ ഈ മണ്ഡലത്തിൽ നിന്നും വിജയിക്കണമെങ്കിൽ ഒരുപാട് പണിയെടുക്കേണ്ടി വരുമെന്ന് അവർക്കറിയാം. സിറ്റിംഗ് MLA ആയ കെ ബാബു ഇനി ഒരു മത്സരത്തിന് കൂടി തയ്യാറാകുവാനുള്ള ഒരു ആരോഗ്യ പരിസ്ഥിതിയിലല്ല അദ്ദേഹം ഇപ്പോഴുള്ളതാണ്. അതുകൊണ്ട് അടുത്ത സ്ഥാനാർത്ഥി കുപ്പായം അണിഞ്ഞ് ധാരാളം പേരും ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എങ്കിൽ പോലും വിജയസാധ്യത ഏറ്റവും കൂടുതൽ ആർക്ക് എന്നുള്ളതാണ് ഇവിടെ പ്രഥമ പരിഗണന. അതുകൊണ്ടൊക്കെയാണ് മണ്ഡലത്തിലെ നിഷ്പക്ഷ വോട്ടുകൾ കൂടി പെട്ടിയിലാക്കുവാൻ കഴിയുന്ന, പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കുവാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയെ തേടി കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ രംഗത്തിറങ്ങുന്നത്. ആ ആലോചനയിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്വമെടുത്ത സ്റ്റേജ് ടെലിവിഷൻ പ്രോഗ്രാം അവതാരകനും അഭിനേതാവും സംവിധായകനുമൊക്കെയായ കണ്ണൻ എന്ന് വിളിപ്പേരുള്ള ശ്രീ രമേഷ് പിഷാരിയുടെ പേര് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നത്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മുൻകാലങ്ങളിൽ രാഷ്ട്രീയ രംഗങ്ങളിലും പാർലമെന്ററി രംഗത്തും സിനിമാ രംഗത്തുള്ളവർക്ക് വലിയ പ്രാധാന്യമൊന്നും ഈ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. എങ്കിലും മാറിയ സാഹചര്യത്തിൽ എല്ലാ പാർട്ടികളിലും ചേർന്ന് നിൽക്കുവാൻ ഇന്ന് പല കലാകാരന്മാരും ഒക്കെ തയ്യാറാകുന്നുണ്ട്. സിനിമാ നടന്മാരായിട്ടുള്ള മുരളിയും മുകേഷും ഇന്നസെന്റും ജഗദീഷും ഗണേഷ് കുമാറും അതേപോലെ തന്നെ നമ്മുടെ സുരേഷ് ഗോപിയും ഒക്കെ ഓരോ രാഷ്ട്രീയ പ്രതിനിധികളായി തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയെങ്കിലും അതിൽ ചിലർ മാത്രമാണ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് അങ്ങനെ ജനപ്രതിനിധികളായി മാറിയത്. കഴിഞ്ഞ തവണ പത്തനാപുരം മണ്ഡലത്തിൽ 2 സിനിമാക്കാരായിട്ടുള്ള ജഗദീഷും ഗണേഷ് കുമാറും തമ്മിലാണ് അങ്ങനെ നേർക്ക് നേർ ഏറ്റുമുട്ടിയതെങ്കിലും LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഗണേഷ് കുമാർ അന്ന് അവിടെ നിന്നും വിജയിച്ചു. ഇന്നിപ്പോൾ കോൺഗ്രസ് തൃപ്പൂണിത്തുറയിൽ പരിഗണിക്കുന്ന രമേഷ് പിഷാരടിക്ക് ഈ മണ്ഡലത്തിൽ ഒരുപാട് ആത്മബന്ധങ്ങളാണുള്ളത്. തൃപ്പൂണിത്തുറ മണ്ഡലത്തിന്റെ തൊട്ടടുത്ത പ്രദേശത്ത് ഉള്ള ഒരു തലയോലപ്പറമ്പിലാണ് അദ്ദേഹം ഹൈസ്കൂൾ വിദ്യാഭ്യാസമൊക്കെ പൂർത്തീകരിച്ചിട്ടുള്ളതിനാൽ അങ്ങനെ കുറെ സുഹൃത്ത് വലയങ്ങൾ ഈ മണ്ഡലത്തിലുണ്ട്. മാത്രമല്ല UDF വേദികളിലെ ഒരു പ്രചരണ പ്രതിനിധിയാണ് ഇന്ന് രമേഷ് പിഷാരടി. ഇപ്പോൾ കഴിഞ്ഞ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പോലും UDF സ്ഥാനാർത്ഥിയായി
രമേഷ് പിഷാരടിയുടെ പേര് ഉയർന്നു വന്നതാണ്. എന്നാൽ അന്ന് രമേഷ് പിഷാരടി തന്നെ സ്ഥാനാർത്ഥിത്വം അവിടെ നിഷേധിക്കുകയും ചെയ്തിരുന്നു. 2021 രമേശ് ചെന്നിത്തല നയിച്ച ഐശ്വര്യ യാത്രയിൽ വെച്ച് കോൺഗ്രസ് അംഗത്വമെടുത്ത രമേഷ് പിഷാരടി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തേക്ക് വരുമ്പോൾ ഈ 41 വയസ്സുകാരന് ഈ മണ്ഡലത്തിലെ സാമുദായിക സമവാക്യങ്ങൾ അത് തടസ്സമാകുമോ എന്നത് മാത്രമാണ് ഇനി മുന്നിൽ കാണേണ്ടത്.